ഹരി ഓം. നാളെ എങ്ങനെയാണെന്ന് നോക്കാം. നാളത്തെ ഡേ വന്നിട്ട് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുതരുന്ന ഒരു കാർഡാണ് നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞിട്ട്. അതാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവില്ലേ, ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സൊക്കെ വളരെ ഷാർപ്പായിരിക്കും, വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ഷാർപ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും മീൻസ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നോക്കും എന്നുള്ളതാണ്. അതിനുള്ള നല്ല ദിവസമായിരിക്കും നാളെ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാരേജ് പോലുള്ള കാര്യങ്ങൾ ഫിക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫിനാൻഷ്യലി വല്ല കുഴപ്പമൊന്നുമില്ല. ഫിനാൻഷ്യൽ നല്ല അസിസ്റ്റൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യത നാളെ കൂടുതലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടെന്നുള്ളതാണ്. അതുപോലെ എനർജി വന്നിട്ട് 3 ഓഫ് സോഡാണ്. അപ്പോൾ എനർജിയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആരുടെയെങ്കിലും അടുത്തുള്ളവരുടെ വിയോഗം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതല്ല, ഒരുപക്ഷെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ആവാൻ സാധ്യതയുണ്ട്. കുറച്ച് വാർദ്ധക്യമായിട്ടോ അങ്ങനെയുള്ളവരോ ആവാൻ എന്തെങ്കിലും ചാൻസസ് ആണ്. ഓക്കെ, അങ്ങനെ ചെറിയ എന്തെങ്കിലും മാനസികമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഉള്ളതാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ മെസ്സേജ് വന്നിട്ട് നൈറ്റ് ഓഫ് ഫാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഡേ നൈറ്റ് ഓഫ് സോഡാണ്, മെസ്സേജ് വന്നിട്ട് നൈറ്റ് ഓഫ് ഫാൻസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ അഗ്രസീവായിട്ടുള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് നാളെ. നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള മെസ്സേജാണ്, കാർഡ് പ്രകാരം നല്ലൊരു മെസ്സേജാണ്. എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സക്സസ് ഉണ്ടാവാനുള്ള സാധ്യതയും നാളെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു 20-35 വയസ്സുള്ളവർക്കൊക്കെ നാളെ ഒരുപക്ഷെ ഓവർസീസോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ള യാത്രകൾ ഒക്കെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഒക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ദിവസമാണ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ഒരു വിഷമം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. അതും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആവാനുള്ള സാധ്യതയുള്ളൂ, അൺഎക്സ്പെക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നല്ല കാര്യങ്ങൾക്ക് പറ്റിയ ദിവസമാണ് നാളെ. എന്താ ചെയ്യുന്നത് ഉള്ള ചാൻസസ് നാളെ വരുന്നത്, നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കുള്ള ചാൻസസ് നാളെ വരുന്നുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുള്ള എനർജിയും നിങ്ങൾക്കുണ്ട്. കുറച്ച് മാത്രമാണ് നിങ്ങൾക്ക്, അതായത് മാനസികമായിട്ട് മാത്രം ഒരു തളർച്ച അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം പോസിറ്റീവാണ്. അത് കൂടിയിട്ടൊന്ന് നോക്കിയിട്ട് മുൻകരുതലോട് കൂടിയിട്ട് പെരുമാറാമെന്നുള്ളതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. ഓക്കെ, ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. പറ്റുവാണെങ്കിൽ മാക്സിമം ഷെയർ